സാലറിയിലെ അലവൻസ് എന്ന് പറയുന്ന കൺസെപ്റ്റിനെ പറ്റി നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവാണ്. അലവൻസ്. അപ്പോൾ സാലറി എന്ന് പറയുന്ന ഹെഡിനകത്ത് അലവൻസ് എന്ന് പറയുമ്പോൾ മന്ത്ലി ഒരു ഫിക്സഡ് എമൗണ്ട് എംപ്ലോയറുടെ കയ്യിൽ നിന്ന് കിട്ടുന്നതിനാണ് നമ്മൾ ഈ അലവൻസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പഠിക്കാൻ സൗകര്യത്തിന് നമ്മൾ അലവൻസുകളെ 4 ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്നാമത്തെ ടൈപ്പ് ഫുള്ളി എക്സംപ്റ്റഡ് അലവൻസ്. 2 അലവൻസസ് വെയർ എക്സംഷൻ ഈസ് ഈക്വൽ ടു ആക്ച്വൽ എക്സ്പെൻഡിച്ചർ സ്പെൻഡ് ഫോർ ദാറ്റ് പർപ്പസ്. എന്ത് പർപ്പസിനാണോ അലവൻസ് തരുന്നത് ആ പർപ്പസിന് എത്ര രൂപയാണോ സ്പെൻഡ് ചെയ്തത് അത്രയും എക്സംഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുന്നതാണ് കാറ്റഗറി 2. കാറ്റഗറി 3 എന്ന് പറയുമ്പോൾ എക്സംഷൻ ഗവൺമെന്റ് നോട്ടിഫൈ ചെയ്തിരിക്കുന്ന ഫിക്സഡ് എമൗണ്ട് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് എമൗണ്ട് എക്സംഷൻ തരുന്നതാണ് കാറ്റഗറി 3. കാറ്റഗറി 4 ഈ പറയുന്ന കാറ്റഗറി 1-ലോ 2-ലോ 3-ലോ വരാത്ത എല്ലാം ഫുള്ളി ടാക്സബിൾ ആണ്. അപ്പോൾ അലവൻസ് എന്ന് പറയുന്നതിനകത്ത് പ്രധാനമായി 4 കാറ്റഗറി പഠിക്കാൻ സൗകര്യത്തിന്. കാറ്റഗറി 1, 2, 3, 4. കാറ്റഗറി 1 ഫുള്ളി എക്സംപ്റ്റഡ്. കാറ്റഗറി 2 എക്സംഷൻ ബേസ്ഡ് ഓൺ ആക്ച്വൽ എക്സ്പെൻഡിച്ചർ. Category 3 fixed amount or notified amount standard exemption, and Category 4 fully taxable allowance. Category 1 fully exempted allowance-നകത്ത് ശരിക്കും ഒരു 3 അലവൻസ് ഇവിടെ വരുന്നുള്ളൂ. ഒന്ന്, അലവൻസസ് പെയ്ഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ് ടു ഇന്ത്യൻ സിറ്റിസൺ ഫോർ റെൻഡറിംഗ് സർവീസ് ഔട്ട്സൈഡ് ഇന്ത്യ. ദാറ്റ് ഈസ് ഇൻകം ടാക്സിന്റെ ബേസിക്സിലെ സെക്ഷൻ 9 സബ്സെക്ഷൻ 1 സബ് ക്ലോസ് 3-ൽ പറയുന്ന ദാറ്റ് ഈസ് സാലറി ഡീം ടു അക്രൂർ ആരിസ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ആ സാലറി. അതിനകത്ത് സെൻട്രൽ ഗവൺമെന്റ് ആണ് എംപ്ലോയി എന്ന് പറയുന്ന ഇന്ത്യൻ സിറ്റിസൺ ആണ്. വർക്ക് ചെയ്യുന്നത് ത്രൂ ഔട്ട് ദ ഇയർ ഔട്ട്സൈഡ് ഇന്ത്യയാണ്. ഓൺ ബിഹാഫ് ഓഫ് ഇന്ത്യ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവന് കൊടുക്കുന്ന അലവൻസുകൾ എന്ത് പേരിൽ എന്ത് അലവൻസ് ആയാലും സെക്ഷൻ 10 സബ്സെക്ഷൻ 7 പ്രകാരം ഇറ്റ് ഈസ് ഫുള്ളി എക്സംപ്റ്റഡ്. 2, യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷന്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയിക്ക് യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന അലവൻസുകൾ കംപ്ലീറ്റ്ലി എക്സംപ്റ്റഡ് ആണ്. 3 നമുക്ക് പറയാൻ പറ്റുന്ന ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ജഡ്ജിമാർക്ക് കിട്ടുന്ന അലവൻസ് കംപ്ലീറ്റ് 100% എക്സംപ്റ്റഡ് ആണ്. ഈ 3 അലവൻസ് ആണ് ഫുള്ളി എക്സംപ്റ്റഡ് കാറ്റഗറിയിലുള്ളത്. അപ്പോൾ ഫുള്ളി എക്സംപ്റ്റഡ് കാറ്റഗറിയുടെ പ്രത്യേകത എന്താണ്? ഈ ഫുള്ളി എക്സംപ്റ്റഡ് കാറ്റഗറി പറയുന്ന അലവൻസുകൾ കംപ്ലീറ്റ്ലി എക്സംപ്റ്റഡ് ആണ്. പ്രത്യേകിച്ച് ഒരു ലിമിറ്റും ഇല്ല. ഫുള്ളി എക്സംപ്റ്റഡ്. ഓക്കെ, ആകെ ഇതേ ഉള്ളൂ. നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് കൂടുതലും ചോദിക്കുന്ന ഏതാണ്? നമ്മുടെ അലവൻസസ് പെയ്ഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ് ടു ഇന്ത്യൻ സിറ്റിസൺ ഫോർ റെൻഡറിംഗ് സർവീസ് അബ്രോഡ്. And now category 2 exemption based on actual expenditure. Exemption based on actual expenditure എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന കാറ്റഗറിക്കകത്ത് 6 അലവൻസുകളേ ഉള്ളൂ. ട്രാവലിംഗ് അലവൻസ്, കൺവെയൻസ് അലവൻസ്, ഡെയിലി അലവൻസ്, ഹെൽപ്പർ അലവൻസ്, റിസർച്ച് അലവൻസ്, യൂണിഫോം അലവൻസ്. യൂണിഫോം, റിസർച്ച്, ഹെൽപ്പർ, ഡെയിലി, കൺവെയൻസ്, ട്രാവലിംഗ്, കൺവെയൻസ്, ഡെയിലി, ഹെൽപ്പർ, റിസർച്ച്, യൂണിഫോം. ഈ 6 അലവൻസ് എന്ത് പർപ്പസിനാണോ തരുന്നത് ആ തരുന്ന പർപ്പസിന് സ്പെൻഡ് ചെയ്യുന്ന ആക്ച്വൽ എക്സ്പെൻസ് മൊത്തം എക്സംഷൻ ക്ലെയിം ചെയ്യാം സെക്ഷൻ 10 സബ്സെക്ഷൻ 14 പ്രകാരം. സാർ അപ്പോൾ കിട്ടിയ അലവൻസ് മുഴുവൻ സ്പെൻഡ് ചെയ്താലോ മുഴുവൻ എമൗണ്ടും നിങ്ങൾക്ക് എക്സംഷൻ ക്ലെയിം ചെയ്യാം. അപ്പോൾ അലവൻസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഈ സെക്കൻഡ് കാറ്റഗറി ദാറ്റ് ഈസ് എക്സംഷൻ ബേസ്ഡ് ഓൺ ആക്ച്വൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നതിനകത്ത് ഒന്നാമത്തെ ട്രാവലിംഗ് അലവൻസ് ആണ്. ഒഫീഷ്യൽ പർപ്പസ് ലോങ് ഡിസ്റ്റൻസ് ടൂർ പോകാൻ വേണ്ടി കൊടുക്കുന്ന അലവൻസ് ആണ്. കൺവെയൻസ് അലവൻസ് എന്ന് പറയുമ്പോൾ ഒഫീഷ്യൽ പർപ്പസിന് ലോക്കൽ യാത്ര നടത്താൻ വേണ്ടി കൊടുക്കുന്ന ലോക്കൽ കൺവെയൻസ് അലവൻസ് ആണ്. ഡെയിലി അലവൻസ് എന്ന് പറഞ്ഞാൽ ഒഫീഷ്യൽ പർപ്പസിന് ലോങ് ഡിസ്റ്റൻസിന് പോകുന്ന ടൂറിന്റെ ഇടയിലുള്ള പേഴ്സണൽ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന അലവൻസ് ആണ് ഡെയിലി അലവൻസ്. അപ്പോൾ ട്രാവലിംഗ് അലവൻസ് കിട്ടുന്നവർക്കാണ് യൂഷ്വലി ഈ ഡെയിലി അലവൻസ് കിട്ടാറ്. ഹെൽപ്പർ അലവൻസ് എന്ന് പറഞ്ഞാൽ ഒഫീഷ്യൽ ഡ്യൂട്ടിയിൽ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പർ അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടി കമ്പനി കൊടുക്കുന്ന അലവൻസ് ആണ്, എംപ്ലോയർ കൊടുക്കുന്ന അലവൻസ് ആണ് ഹെൽപ്പർ അലവൻസ്. റിസർച്ച് അലവൻസ് ദാറ്റ് ഈസ് വർക്ക് ചെയ്യുന്നതിനോടൊപ്പം ഹയർ സ്റ്റഡി നടത്താൻ വേണ്ടി എംപ്ലോയർ കൊടുക്കുന്ന അലവൻസ് ആണ്. ദാറ്റ് ഈസ് റിസർച്ച് അലവൻസ് അഥവാ അക്കാഡമിക് റിസർച്ച് അലവൻസ് എന്ന് പറയും. യൂണിഫോം അലവൻസ് എന്ന് പറയുമ്പോൾ എംപ്ലോയിക്ക് വർക്ക് ചെയ്യുന്ന ആ ഒരു അറ്റ്മോസ്ഫിയറിൽ യൂണിഫോം തയ്പ്പിച്ചിടാൻ വേണ്ടി എംപ്ലോയർ കൊടുക്കുന്ന അലവൻസ് ആണ്. സോ ട്രാവലിംഗ്, കൺവെയൻസ്, ഡെയിലി, ഹെൽപ്പർ, റിസർച്ച്, യൂണിഫോം, റിസർച്ച്, ഹെൽപ്പർ, ഡെയിലി, കൺവെയൻസ്, ട്രാവലിംഗ്. ഈ 6 അലവൻസ് ആണ് സെക്കൻഡ് കാറ്റഗറി. ദാറ്റ് ഈസ് exemption is equal to actual expenditure. So that means കിട്ടിയ അലവൻസ് മുഴുവനും നിങ്ങൾ സ്പെൻഡ് ചെയ്താൽ മുഴുവൻ എമൗണ്ട് എക്സംഷൻ ക്ലെയിം ചെയ്യാം. നിങ്ങളൊരു പാർട്ട് മാത്രമേ സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ, ആ സ്പെൻഡ് ചെയ്ത് അത്ര എമൗണ്ട് എക്സംഷൻ ക്ലെയിം ചെയ്യാം. ഇനി ഒരു രൂപ സ്പെൻഡ് ചെയ്തിട്ടില്ല, മുഴുവൻ ടാക്സ് ചെയ്യും. ഇതാണ് കാറ്റഗറി 2. അപ്പോൾ കാറ്റഗറി 1ഉം കാറ്റഗറി 2ഉം കഴിഞ്ഞാൽ അടുത്ത കാറ്റഗറി 3 ആണ്. കാറ്റഗറി 3യുടെ പ്രത്യേകത സെൻട്രൽ ഗവൺമെന്റ് ഒരു ഫിക്സഡ് എമൗണ്ട് നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്. ആ നോട്ടിഫൈ ചെയ്യുന്ന എമൗണ്ട് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് എമൗണ്ട് എക്സംഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. അതാണ് കാറ്റഗറി 3. അപ്പോൾ കാറ്റഗറി 3 എന്ന് പറഞ്ഞാൽ എക്സംഷൻ ബേസ്ഡ് ഓൺ സ്റ്റാൻഡേർഡ് എമൗണ്ട്. ഈ കാറ്റഗറി 3 നോട്ടിഫൈ ചെയ്യുന്ന സെക്ഷൻ 10 സബ്സെക്ഷൻ 14 തന്നെയാണ്. അപ്പോൾ അതിനകത്ത് പ്രധാനമായിട്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് വരുന്ന പ്രധാനപ്പെട്ട അലവൻസുകൾ ഒന്ന് ചിൽഡ്രൻസ് എഡ്യൂക്കേഷൻ അലവൻസ് ആണ്. ഒരു കുട്ടിക്ക് ഒരു മാസം 100 രൂപ വെച്ച് മാക്സിമം 2 കുട്ടിക്ക് എക്സംഷൻ ക്ലെയിം ചെയ്യാം. ദാറ്റ് മീൻസ് 100 പെർ ചൈൽഡ് പെർ മന്ത് സബ്ജക്ട് ടു മാക്സിമം 2 ചിൽഡ്രൻ എന്ന് പറയുമ്പോൾ ഒരു കുട്ടിക്ക് 1200 രൂപ, മാക്സിമം 2 കുട്ടിക്ക് 2400 ഒരു വർഷം മാക്സിമം എക്സംഷൻ ക്ലെയിം ചെയ്യാം. അതിൻ്റെ അപ്പുറം എക്സംഷൻ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഇതാണ് ചിൽഡ്രൻസ് എഡ്യൂക്കേഷൻ അലവൻസ്. ഹോസ്റ്റൽ അലവൻസ് ദാറ്റ് ഈസ് ആ പേരിൽ തന്നെ ഉണ്ട്. ഹോസ്റ്റൽ എക്സ്പെൻസ് മീറ്റ് ചെയ്യാനാണ്. 300 പെർ ചൈൽഡ് പെർ മന്ത് സബ്ജക്ട് ടു മാക്സിമം 2 ചിൽഡ്രൻ ആണ് എക്സംഷൻ. ഒരു കുട്ടിക്ക് 3600 രൂപയാണ് മാക്സിമം എക്സംഷൻ. ദാറ്റ് ഈസ് 300 പെർ ചൈൽഡ്. അങ്ങനെ 2 കുട്ടികൾക്ക് ഒരു എക്സംഷൻ ക്ലെയിം ചെയ്യാം. അപ്പോൾ ഒരു കുട്ടിക്ക് 3600, 2 കുട്ടിക്ക് കൂടെ ആകുമ്പോൾ ചേർത്ത് 7200 രൂപ വരെ മാക്സിമം 7400 രൂപ വരെ മാക്സിമം എക്സംഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. അതായത് 3600ഉം 3600ഉം എന്ന് പറയുമ്പോൾ 3 3 6
അപ്പം 7,200 രൂപയുടെ മാക്സിമം എക്സംഷൻ ക്ലെയിം ചെയ്യാം. ഇതാണ് ഹോസ്റ്റൽ അലവൻസ്. ഇനി മൂന്നാമത്, ഈ വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് പോകാനും ഓഫീസിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് കമ്മ്യൂട്ടേഷന് വേണ്ടി, അത് എസ്പെഷ്യലി ഓർത്തോപെഡിക്കലി ഹാൻഡിക്യാപ്ഡോ ബ്ലൈൻഡോ ഡംബോ ഡെഫോ ആയിട്ടുള്ള ഒരു എംപ്ലോയിക്ക് കിട്ടുന്ന ട്രാൻസ്പോർട്ട് അലവൻസ് ആണെങ്കിൽ 3,200 പെർ മന്ത് വരെ എക്സംഷൻ ക്ലെയിം ചെയ്യാം. പക്ഷെ അവിടെ ഓർത്തോപെഡിക്കലി ഹാൻഡിക്യാപ്ഡ് എന്നോ ബ്ലൈൻഡ് എന്നോ ഡംബെന്നോ ഡെഫ് ആയിട്ടുള്ള എംപ്ലോയി ആണെങ്കിൽ മാത്രമേ ആ എക്സംഷൻ ക്ലെയിം ചെയ്യാൻ പറ്റൂ. വെറുതെ ട്രാൻസ്പോർട്ട് അലവൻസ് തരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് ഫുള്ളി ടാക്സബിൾ ആണ്. അണ്ടർഗ്രൗണ്ട് അലവൻസ് എന്ന് പറഞ്ഞ അലവൻസ് കിട്ടുവാണെങ്കിൽ അതിന് 800 പെർ മന്ത് എക്സംഷൻ ക്ലെയിം ചെയ്യാം. ഐലൻഡിൽ വർക്ക് ചെയ്യുന്ന ഐലൻഡ് ഡ്യൂട്ടി അലവൻസ്, ഐലൻഡിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് കിട്ടുന്ന ഐലൻഡ് ഡ്യൂട്ടി അലവൻസ് ആണെങ്കിൽ 3,250 പെർ മന്ത് എക്സംഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. ഇനി ഷെഡ്യൂൾഡ് ഏരിയ ട്രൈബൽ ഏരിയ അലവൻസ് ആണെങ്കിൽ 200 പെർ മന്ത് എക്സംഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. ഇനി ട്രാൻസ്പോർട്ട് സിസ്റ്റം, അതായത് റെയിൽവേയിലോ അല്ലെങ്കിൽ ഫ്ലൈറ്റിലോ ഒക്കെ പോലുള്ള ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് കിട്ടുന്ന അലവൻസ് ആണ് അലവൻസ് ഗിവൺ ടു ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് എന്ന് പറയും, അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് അലവൻസ് എന്ന് പറയും, അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് കിട്ടുന്ന അലവൻസ്. സോ അലവൻസ് ടു ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് കിട്ടുകയാണെങ്കിൽ കിട്ടുന്ന അലവൻസിന്റെ 70%, 70%, അല്ലെങ്കിൽ 10,000 പെർ മന്ത് വിച്ച് എവർ ഈസ് ലെസ് അവർക്ക് എക്സംഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും സെക്ഷൻ 10 സബ്സെക്ഷൻ 14 പ്രകാരം. ഇനി ഹൈ ആൾട്ടിറ്റ്യൂഡിൽ വർക്ക് ചെയ്യുന്ന പട്ടാളക്കാർ പോലത്തെ എംപ്ലോയീസിന് കിട്ടുന്ന അലവൻസ്, ദാറ്റ് ഈസ് 9,000 തൊട്ട് 15,000 വരെ അടി, സീ ലെവലിൽ നിന്ന് 9,000 to 15,000 ഫീറ്റ് ഹൈറ്റിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയി ആണെങ്കിൽ അവർക്ക് കിട്ടുന്ന ഹൈ ആൾട്ടിറ്റ്യൂഡ് ഏരിയ അലവൻസ് ആണ് എക്സംഷൻ 1,060 പെർ മന്ത് ആണ്. 15,000 ഫീറ്റിന് മുകളിലോട്ടാണെങ്കിൽ 1,600 പെർ മന്ത് ആണ് എക്സംഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുക. അപ്പോൾ പ്രധാനമായിട്ട് ചിൽഡ്രൻസ് എഡ്യൂക്കേഷൻ അലവൻസ്, ഹോസ്റ്റൽ അലവൻസ്, അണ്ടർഗ്രൗണ്ട് അലവൻസ്, ഐലൻഡ് ഡ്യൂട്ടി അലവൻസ്, ഹൈ ആൾട്ടിറ്റ്യൂഡ് ഏരിയ അലവൻസ്, ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് കിട്ടുന്ന അലവൻസ്. ദെൻ ഇനി നമുക്ക് പറയാൻ പറ്റുന്നത് ഹൈലി ആക്റ്റീവ് ഫീൽഡ് ഏരിയ അലവൻസ് ഉണ്ട്. ദാറ്റ് ഈസ് പട്ടാളക്കാർക്കാണ്, ആക്റ്റീവ് ആയിട്ടുള്ള വാർ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന പട്ടാളക്കാർക്ക് കിട്ടുന്ന അലവൻസ് ആണ് ഹൈലി ആക്റ്റീവ് ഫീൽഡ് ഏരിയ അലവൻസ്. 4,200 പെർ മന്ത് വരെ അവർക്ക് എക്സംഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. ഇനി അടുത്തവർ പറയുന്നത് ഈ പട്ടാളത്തിൽ തന്നെ ചില സ്പെഷ്യൽ മിഷൻസിൽ പങ്കെടുക്കുന്ന പട്ടാളക്കാർക്ക് കിട്ടുന്ന അലവൻസ് ആണ്. ദാറ്റ് ഈസ് ഹില്ലി കോമ്പൻസേറ്ററി ഏരിയ അലവൻസ് അല്ലെങ്കിൽ ഹില്ലി ഏരിയ അലവൻസ് ഫോർ സോൾജേഴ്സ് വർക്കിംഗ് ഇൻ സിയാച്ചിൻ. അതുപോലെ കൗണ്ടർ ഇൻസർജൻസി അലവൻസ്, അപ്പോൾ സ്പെഷ്യൽ കൗണ്ടർ ഇൻസർജൻസി അലവൻസ്. സോ ദീസ് അലവൻസസ് ആർ പട്ടാളക്കാർക്ക് കിട്ടുന്നതാണ്. അത്ര ഭയങ്കര ഇമ്പോർട്ടൻ്റ് അല്ല, നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു ലെവലിനപ്പുറം നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. ഞാൻ ആദ്യം പറഞ്ഞ അത്രയും അലവൻസുകളാണ് ഈ തേർഡ് കാറ്റഗറിയിൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇനി ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അലവൻസ് HRA ആണ്. ഹൗസ് റെന്റ് അലവൻസ് ആണ് തേർഡ് കാറ്റഗറിയിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. HRAയുടെ അലവൻസിന്റെ എക്സംഷൻ പറഞ്ഞിരിക്കുന്ന സെക്ഷൻ 10 സബ്സെക്ഷൻ 13A-യിലാണ്. HRAയുടെ എക്സംഷൻ അവർ ക്ലെയിം ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുന്ന ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ് എന്നാ പറയുന്നത്. ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ്ങിൽ ഒന്നാമത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ആക്ച്വൽ റെന്റ് പെയ്ഡ് മൈനസ് 10% ഓഫ് സാലറി ഫോർ ദ റെലവന്റ് പീരീഡ് എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് ആക്ച്വലി അടച്ച റെന്റിൽ നിന്ന് ശമ്പളത്തിന്റെ 10% മൈനസ് ചെയ്യുന്നതാണ് സ്റ്റെപ്പ് 1. ഇവിടെ സാലറി എന്ന് പറയുമ്പോൾ 3 ഐറ്റം എടുക്കാവും. ബേസിക് സാലറി, DA ഫോമിംഗ് ബട്ട് ഓഫ് സാലറി, പെർസെന്റേജ് കമ്മീഷൻ. ഇത് മൂന്നും കൂടെ കൂട്ടിയെടുക്കുന്ന ശമ്പളത്തിന്റെ 10% എടുത്ത് ആക്ച്വൽ റെന്റ് പെയ്ഡിൽ നിന്ന് മൈനസ് ചെയ്യുന്നതാണ് സ്റ്റെപ്പ് 1. സ്റ്റെപ്പ് 2, 40% ഓഫ് സാലറി ഫോർ ദ റെലവന്റ് പീരീഡ്. അവിടെ റെന്റ് പേ ചെയ്യുന്ന സ്ഥലം ബോംബെയോ കൽക്കട്ടയോ ഡൽഹിയോ ചെന്നൈയോ ആണെങ്കിൽ അവിടെ 40% സ്ഥാനത്ത് 50% ഓഫ് സാലറി ഫോർ ദ റെലവന്റ് പീരീഡ് എടുക്കേണ്ടി വരും. തേർഡ്, HRA ആക്ച്വലി റിസീവ്ഡ് ആണ്. ഈ 3 ഫിഗറിൽ ഏത് ഫിഗർ ആണോ ലീസ്റ്റ് അത് എക്സംഷൻ ക്ലെയിം ചെയ്യാം ഫ്രം HRA അഥവാ ഹൗസ് റെന്റ് അലവൻസിൽ നിന്ന് എക്സംഷൻ ക്ലെയിം ചെയ്യാം. സെക്ഷൻ 10 സബ്സെക്ഷൻ 13A ആണ് HRAയുടെ എക്സംഷൻ. മറ്റ് അലവൻസുകളുടെ എക്സംഷൻ പറഞ്ഞിരിക്കുന്നത് സെക്ഷൻ 10 സബ്സെക്ഷൻ 14ലാണ്. ബട്ട് HRAയുടെ മാത്രം സെക്ഷൻ 10 സബ്സെക്ഷൻ 13A-യിലാണ്. അപ്പോൾ ഈ തേർഡ് കാറ്റഗറിയിൽ നമ്മുടെ CA, CMA, CS-ന്റെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പ്രധാനപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട അലവൻസുകൾ ചിൽഡ്രൻസ് എഡ്യൂക്കേഷൻ അലവൻസ് 100 per child per month subject to maximum 2 children. Hostel allowance 300 per child per month subject to maximum 2 children. Handicapped അല്ലെങ്കിൽ ബ്ലൈൻഡ് അല്ലെങ്കിൽ ഡംബ് അല്ലെങ്കിൽ ഡെഫ് ആയിട്ടുള്ള എംപ്ലോയീസിന് കമ്മ്യൂട്ടേഷൻ ബിറ്റ്വീൻ ഓഫീസ് ആൻഡ് റെസിഡൻസിന് കിട്ടുന്ന ട്രാൻസ്പോർട്ട് അലവൻസ് 3,200 per month. അണ്ടർഗ്രൗണ്ട് അലവൻസ് 800 per month. ഐലൻഡ് ഡ്യൂട്ടി അലവൻസ് 3,250 per month. ഹൈലി ആക്റ്റീവ് ഫീൽഡ് ഏരിയ അലവൻസ് 4,200 per month. ഷെഡ്യൂൾഡ് ഏരിയ or ട്രൈബൽ ഏരിയ അലവൻസ് 200 per month. These are the most important allowances under the third category, that is exemption standard amount. ആൻഡ് അതിനകത്ത് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അലവൻസ് HRA ആണ്. ഈ HRAയുടെ പ്രശ്നം നമ്മുടെ ഫിനാൻഷ്യൽ ഇയറിൽ നമ്മുടെ പ്രീവിയസ് ഇയറിൻ്റെ ഇടയിൽ ഒരു ഡേറ്റയിലും ചേഞ്ച് ഇല്ലെങ്കിൽ, അതായത് HRAയുടെ എക്സംഷൻ സെക്ഷൻ 10 സബ്സെക്ഷൻ 13A-ക്കകത്ത് പറഞ്ഞിരിക്കുന്ന ആ ഒരു വർക്കിംഗ്സിനകത്ത് ഡേറ്റയ്ക്കകത്ത് ഒന്നിലും ഒരു ചേഞ്ചും ഇല്ലെങ്കിൽ പെർ ആനം ഒരു വർഷത്തേക്ക് ഒറ്റ കാൽക്കുലേഷൻ ചെയ്തിട്ട് എക്സംഷൻ കണ്ടുപിടിച്ചാൽ മതി. ബട്ട് നമ്മുടെ ഫിനാൻഷ്യലിൻ്റെ ഇടയിൽ വെച്ചിട്ട് അതിനകത്തുള്ള ഏതെങ്കിലും ഒരു ഡേറ്റയിൽ ചേഞ്ച് ഉണ്ടെങ്കിൽ, ബേസിക് സാലറി മാറുകയോ, DA ഫോമിംഗ് ബട്ട് ഓഫ് സാലറി മാറുകയോ, കമ്മീഷന്റെ പെർസെൻറ്റേജ് മാറുകയോ, പ്ലേസ് മാറുകയോ, റെന്റ് പേ ചെയ്യുന്നത് മാറുകയോ, HRA മാറുകയോ ഒക്കെ ചെയ്താൽ നമ്മൾ ചേഞ്ച് വന്ന പീരീഡ് സ്പ്ലിറ്റ് ചെയ്തിട്ട് മന്ത് ബേസിസിൽ നമ്മൾ എക്സംഷൻ കമ്പ്യൂട്ട് ചെയ്യേണ്ടി വരും. സെപ്പറേറ്റ്ലി മന്ത് ബേസ് എക്സംഷൻ കണ്ടുപിടിക്കേണ്ടി വരും HRAയുടെ കേസിൽ. ഈ പറഞ്ഞ 3 കാറ്റഗറിയിൽ കവർ ചെയ്യാത്ത ബാക്കി കംപ്ലീറ്റ് അലവൻസുകളെയും നമുക്ക് ഫുള്ളി ടാക്സബിൾ അലവൻസ് എന്ന് വിളിക്കാം.
അപ്പോൾ ഫുള്ളി ടാക്സബിൾ അലവൻസ് ശരിക്കും നമ്മൾ പ്രത്യേകിച്ച് പിന്നെ ബൈഹാർട്ട് ചെയ്ത് പഠിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ആ ലിസ്റ്റ് നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. കാറ്റഗറി 1 ഫുള്ളി എക്സംപ്റ്റഡ് അലവൻസ് ആണ്. കാറ്റഗറി 2 എക്സംഷൻ ബേസ്ഡ് ഓൺ ആക്ച്വൽ എക്സ്പെൻഡിച്ചർ ആണ്. കാറ്റഗറി 3 എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് എമൗണ്ട് എക്സംഷൻ ആണ്. കാറ്റഗറി 1ലും 2ലും 3യുടെയും ലിസ്റ്റിൽ വരാത്ത ബാക്കി എന്ത് പേരിൽ എന്ത് അലവൻസ് ഒരു എംപ്ലോയിക്ക് എംപ്ലോയറുടെ എന്ന് കിട്ടിയാലും ഇറ്റ് ഈസ് ഫുള്ളി ടാക്സബിൾ ആണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ സിറ്റി കോമ്പൻസേറ്ററി അലവൻസ്, ടിഫിൻ അലവൻസ്, നൈറ്റ് ഡ്യൂട്ടി അലവൻസ്, ഓവർ ടൈം അലവൻസ്, ഇങ്ങനെയൊക്കെ കിട്ടുന്ന അലവൻസുകളെല്ലാം, ടെലിഫോൺ അലവൻസ്, മെഡിക്കൽ അലവൻസ്, ദീസ് ആർ ദ എക്സാമ്പിൾസ് ഓഫ് ഫുള്ളി ടാക്സബിൾ അലവൻസ്. ഇപ്പോൾ ഫുള്ളി ടാക്സബിൾ അലവൻസ് എന്നുള്ള കാറ്റഗറിയുടെ കൺസെപ്റ്റ് അറിഞ്ഞാൽ മതി. ഫസ്റ്റ് 3 കാറ്റഗറി സ്പെസിഫിക്കലി പഠിക്കുവാണെങ്കിൽ 3rd കാറ്റഗറി 4th കാറ്റഗറി പഠിക്കേണ്ട ആവശ്യമില്ല. ഈ ഫസ്റ്റ് 3 കാറ്റഗറി വരാത്ത ഏതൊരു അലവൻസിനെയും ഫുള്ളി ടാക്സബിൾ അലവൻസ് എന്നുള്ള 4ാമത്തെ കാറ്റഗറി ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ കഥ കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ പഠിക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ഈസി ടു റിമെമ്പർ. അപ്പോൾ കാറ്റഗറി 1 ഫുള്ളി എക്സംപ്റ്റഡ് അലവൻസ് റിമെമ്പർ. Allowance to High Court and Supreme Court judges exempted. Allowance received by employees working in United Nations organization exempted. Allowance paid by central government to Indian citizens for rendering service outside India is exempted. Category 2, that is exemption based on actual expenditure, that is traveling, conveyance, daily, helper, reserves, uniform allowance. Only 6 allowances in Category 2. Category 3, exemption based on standard amount. That is education allowance 100 per child per month subject to maximum 2 children. Hostel 300 per child per month subject to maximum 2 children. Island duty allowance 3,250 per month. Highly active field area allowance 4,200 per month. High altitude area allowance 9,000 to 15,000 feet 1,060 per month exemption, and above 15,000 feet 1,600 per month exemption. Scheduled area or tribal area allowance, that is rupees 200 per month. Underground allowance 800 per month. And transport system working employee kittuന്ന allowance 70% of allowance or 10,000 per month, which is less. സോ ഇതാണ് പ്രധാനമായിട്ട് കാറ്റഗറി 3ൽ. പിന്നുള്ളത് HRA ആണ്. HRA സെക്ഷൻ 10 സബ്സെക്ഷൻ 13A ആണ്. HRAയുടെ എക്സംഷൻ എന്ന് പറയുമ്പോൾ ആക്ച്വൽ റെന്റ് പെയ്ഡ് മൈനസ് 10% ഓഫ് സാലറി ഫോർ ദ റിലവന്റ് പീരീഡ് സ്റ്റെപ്പ് 1. സ്റ്റെപ്പ് 2 40% ഓഫ് സാലറി ഫോർ ദ റിലവന്റ് പീരീഡ്. റെന്റ് പേ ചെയ്ത ബോംബെ, കൽക്കട്ട, ഡൽഹി, ചെന്നൈ 50% ഓഫ് സാലറി ഫോർ ദ റിലവന്റ് പീരീഡ്. HRA ആക്ച്വൽ റിസീവ്ഡ് ലീസ്റ്റ് എക്സംഷൻ അണ്ടർ സെക്ഷൻ 10 സബ്സെക്ഷൻ 13A. ഈ 3 കാറ്റഗറിയിൽ വരാത്ത ബാക്കി എന്ത് അലവൻസ് എന്ത് പേരിൽ കിട്ടിയാലും ദാറ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് അണ്ടർ ഫുള്ളി ടാക്സബിൾ അലവൻസ് കാറ്റഗറി. സോ ഇതാണ് നമ്മളൊരു സാലറിയുടെ കമ്പ്യൂട്ടേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇൻകം ടാക്സിന്റെ നിയമപ്രകാരം അലവൻസുകളുടെ ഒരു വളരെ ബ്രീഫ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ഇതാണ്. ഐ തിങ്ക് യു ഗോട്ട് എ വെരി ഗുഡ് ഐഡിയ. അപ്പോൾ അടുത്ത സാലറിയിൽ തന്നെ ചാപ്റ്ററിൽ തന്നെ അല്ലെങ്കിൽ സാലറി ഹെഡിൽ തന്നെ അടുത്തൊരു ടോപ്പിക്കോട്ടും അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.